ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സാറ്റർഡേ സ്പെഷ്യൽ ആണ്. ഇതിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും അത്ര സ്പെഷ്യലല്ല, പക്ഷേ ഡിന്നറും കാര്യങ്ങളും ഒക്കെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക UAE നാഷണൽ ഡേ വെക്കേഷൻ ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്ത് കുറച്ച് എന്താ പറയുക പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധൃതി വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. തട്ടിക്കൂട്ടെന്ന് പറയുകയാണെങ്കിൽ ആ പൊട്ടറ്റോ കറി, കിഴങ്ങേറി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു തട്ടിക്കൂട്ട് കിഴങ്ങേറിയാണ്. പിന്നെ മെയിൻ കോഴ്സായിട്ട് എടുത്തിരിക്കുന്നത് മണിപ്പുട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മണിപ്പുട്ടെന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല. ചില ഏരിയാസിലൊക്കെ കോമൺ ആണ്, എന്നാൽ നമ്മുടെ ഏരിയാസിലൊന്നും മണിപ്പുട്ടെന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ല. വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ഫേവറേറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക മുത്തുമ്മയുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു, കസിൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് കുറച്ച് മുത്തുമ്മ തന്ന് വിട്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ മണിപ്പുട്ട്. അപ്പോൾ മണിപ്പുട്ടെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കൂടെ എന്താ പറയുക ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടറ്റോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വലിയ രീതിയിൽ കുക്കൊന്നും ചെയ്തില്ല. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മണിപ്പുട്ടിൻ്റെ റെഡിയാക്കാനുള്ള സംഭവം ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു, അതൊന്ന് ഇഡ്ഡലി കുറ്റിയിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മണിപ്പുട്ടിൻ്റെ കൂടെ ഈ ഒരു പൊട്ടറ്റോ കറി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് ഫ്രീസറിൽ നിന്ന് മെൽറ്റ് ആവാനായിട്ട് വെള്ളത്തിലിട്ടായിരുന്നു. പക്ഷേ നമ്മുടെ എന്താ പറയുക നമുക്ക് പുറത്ത് പോകാം, ട്രിപ്പ് പോകാം എന്നുള്ള പ്ലാൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. അപ്പോൾ ഇക്കായും നമ്മുടെ കുറച്ച് ഇക്കയുടെ ഫ്രണ്ട്സ് ഫാമിലി കുട്ടികൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഷ്യൂനട്ടാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഫസ്റ്റ് ക്വാളിറ്റി കാഷ്യൂ എന്നൊക്കെ പറയാം. അപ്പോൾ പുറത്ത് തൊലിയുണ്ട്, അപ്പം ജസ്റ്റ് അത് കളയാൻ പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോക്കോളും. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഷ്യൂനട്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക കാഷ്യൂനട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മക്കളെയൊക്കെ റെഡിയാക്കി. ഇന്ന് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വർസാനിൽ നിന്ന് ഒരു 2-2.5-3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് അലൈനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഈ ഒരു അലൈൻ ട്രിപ്പ് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് അലൈനിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമുണ്ട്, അലൈൻ ഒയാസിസ് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹയസ്റ്റ് മൗണ്ടൻ ജബൽ ഹഫീത്ത് എന്ന് പറയുന്ന, അവിടെയും നമ്മൾ പലതവണ പോയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ക്ലൈമറ്റാണ്. ഇപ്പോൾ അവിടെ ജബൽ ഹഫീത്തിൽ നൈറ്റ് ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ്, 14 ഡിഗ്രി, അതുപോലെ തന്നെ 15 ഡിഗ്രിയൊക്കെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്കൊന്ന് ലുലുവിൽ കയറി. കാരണം ലഞ്ച് നമ്മൾ കാര്യമായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ പാഴ്സൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലുലുവിൽ കയറിയപ്പോഴത്തേനും ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മുടെ ട്രാവൽ വ്ലോഗ്, നമ്മുടെ ട്രാവൽ വിശേഷങ്ങളും പർച്ചേസ് വിശേഷങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ കൊച്ചു വീഡിയോസ് പിന്നീട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആ ഡോണറ്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു വെച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ലഞ്ച്
ലഞ്ചിന് പകരമാണല്ലോ. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് പോലെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശപ്പ് വരുമ്പോഴത്തേനും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ലുലുവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് കൗണ്ടറിൻ്റെ സെക്ഷനിൽ വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചത് ഷവർമ വാങ്ങിച്ചു. നമ്മൾ ഓരോന്ന് വാങ്ങിക്കുന്നതും പാഴ്സലാക്കി അവരത് ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. പിന്നെ ഞാൻ എഗ് പപ്സ് വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, ഒരു ബൗളിൽ കുറച്ച് ന്യൂഡിൽസ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ മിൻസ്ഡ് ബീഫൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ന്യൂഡിൽസ് ഇത് വാങ്ങിച്ചു. അങ്ങനെ കുഞ്ഞു ഐറ്റംസ് നമുക്ക് വിശപ്പ് മാറാനായിട്ടുള്ള എന്താ പറയുക കുറച്ച് ഇത് 3 ഐറ്റംസ്, ഒരു 4-5 ഐറ്റംസ്, അങ്ങനെ ടോട്ടൽ ഒരു 5-6 ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് എല്ലാം പാക്ക് ചെയ്ത് നമ്മളിതാ പോവുകയാണ്. അപ്പം വേറെയും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസിങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ട്രാവൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ഷവർമ എടുത്ത് കഴിക്കുകയാണ്. നല്ല അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ, നല്ല സ്പൈസി ആയിട്ട്, നല്ല സൂപ്പർ. ഉള്ളിൽ കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഷവർമയാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും അവിടെ ഇവിടെ കുറച്ച് വെജീസും ഒക്കെ കടിക്കുന്നുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒരു പിസ്സ 4 പീസായിട്ട് പല ഐറ്റംസ് വാങ്ങിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ആക്കാതെ പലത് കുറച്ചാണ് ക്വാണ്ടിറ്റി വൈസ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു സ്ക്വയർ പിസ്സ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പിസ്സ നമ്മൾ 4 സ്ക്വയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മൾ പോവുകയാണ്. വളരെ എന്താ പറയുക, ക്ലൈമറ്റൊക്കെ നല്ല നമ്മുടെ കംഫർട്ട് രീതിയിലേക്ക് ആയിട്ടുണ്ട്. പകലൊക്കെ കുഴപ്പമില്ല, ചെറിയ കാറ്റും തണുപ്പോട് കൂടിയിട്ടുള്ള ക്ലൈമറ്റ്. പക്ഷേ രാത്രി നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് ജബൽ ഹഫീത്തിലൊക്കെ പോയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇതാ നമ്മൾ ഫുഡടിയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ട്രാവലുണ്ടല്ലോ, അത്യാവശ്യം ഒരു 2-2.5 മണിക്കൂർ ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് എന്താ പറയുക, വിശക്കുന്ന അനുസരിച്ച് ഓരോന്നായിട്ട് എടുക്കുക. ഇതെൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുക, ഇത് സ്പെഗറ്റി ആയിരുന്നു, സ്പെഗറ്റി എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ മിൻസ്ഡ് മീറ്റും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒറിഗാനോയും അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇക്കാക്കും മക്കൾക്കും ഒക്കെ കുറച്ച് സ്പൂണിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഒക്കെ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ സൈറു ഉറക്കമാണ്. അപ്പോൾ സാറായ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനും ഞാൻ സ്പൂണിൽ കോരിയിട്ട് വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം ഫുഡടിയും യാത്രയും എല്ലാമായിട്ട്, പിന്നെ ഫ്രണ്ട്സ് മുമ്പിലും പുറകിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മളെ കൂടാതെ ഒരു 3 ഫാമിലി, നമ്മൾ ടോട്ടൽ 4 ഫാമിലീസാണ് ഇന്നത്തെ ട്രിപ്പിലുണ്ടായിരുന്നത്. എല്ലാം സാറായ്ക്ക് അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സാറയുടെയൊക്കെ ഏജിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ സാറയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് അവരും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അവരെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ പരമായിട്ടുള്ള ഒരു വീഡിയോ, ഒരു വ്ളോഗായിട്ട് ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. സിലിക്കൺ എന്താ പറയുക, അലൈൻ ഒയാസിസിലും അതുപോലെ തന്നെ ജബൽ ഹഫീത്തിലെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ബട്ടർ ക്രോസൻ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മാക്സിമം മധുരമില്ലാത്ത ഐറ്റംസാണ് നോക്കി എടുക്കാൻ നോക്കിയത്. അങ്ങനെയാണ്. ക്രോയിസൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രോയിസൻസ് ഉണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ബട്ടറിലുള്ള ബട്ടർ ക്രോയിസൻറ്റ്, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വലിയ ഹ്യൂജ് നമ്പേഴ്സ് ഉള്ളതുണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുതായിട്ടൊരു 4 എണ്ണമുള്ള ഒരു ചെറിയ ബോക്സ് ക്രോയിസൻ്റാണ് ഞാൻ എടുത്തത്. ചീസ് ക്രോയിസൻസ്, അതുപോലെ തന്നെ ബട്ടർ, എന്ത് വേണമെങ്കിൽ നമുക്കുണ്ടായിരുന്നു. എനിക്ക് ബട്ടറിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ എന്തൊക്കെയോ കഴിച്ച് നമ്മുടെ വയറ് അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫുഡെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല. വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് അങ്ങ് അടുപ്പിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറേ എന്താ പറയുക ട്രാവൽ ചെയ്യും, അതിനുശേഷം വിശക്കുമ്പോൾ ഓരോ ഐറ്റംസ് എടുക്കും, അങ്ങനെ കഴിച്ച് പോവുകയാണ്. അപ്പോൾ സാറ ഇതേ വണ്ടിയിൽ ഇടയ്ക്കൊന്ന് അവൾ ടാബൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സൈറു നല്ല ഉറക്കം.
അങ്ങനെ ഇതാ മക്കളൊക്കെ ആയിട്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഏകദേശം അലൈൻ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചുള്ള ഒരു പോക്ക്. ഫുള്ള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമുക്കിവിടെ 4-5 ദിവസം ഹോളിഡേ ആണ്, എന്താ പറയുക, നാഷണൽ ഡേ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോളിഡേയ്സിൻ്റെ ഫസ്റ്റ് ഡേയ്സിലൊക്കെ തന്നെ ഒരു ട്രിപ്പ്, ഒരുപാട് വലിയ ട്രിപ്പൊന്നും അല്ല, വലിയൊരു സ്റ്റേക്കേഷൻ കാര്യങ്ങൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ രാവിലെ പോയിട്ട് ലേറ്റ് നൈറ്റ് തിരിച്ചെത്തുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഡിസംബർ വെക്കേഷനുണ്ട്. സാറായിക്കൊക്കെ ഒരു 3 വീക്സിനടുത്ത് ഡിസംബർ വെക്കേഷനുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോലെ പിടിക്കാവുന്ന ഒരു പ്ലാൻ ഉണ്ട്, അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഇതെന്താണേലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മളിതാ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഏകദേശം സെറ്റായി, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം പിന്നീട് ഞാൻ എന്തോ ഒരു ഐറ്റം ഓപ്പൺ ചെയ്യുകയാണ്. ഇത് വേറെ ഒരു എന്താ പറയുക, ഒരു സാൻഡ്വിച്ച് മോഡൽ ഒരു ഐറ്റമാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മുടെ ടൈമൊക്കെ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയി. ഈവനിങ്ങൊക്കെ ഒരു 4:35 അടുപ്പിച്ചായപ്പോഴത്തേനും നമ്മളിതാ അലൈനിലെത്തി. അലൈനിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫാം, അലൈൻ ഒയാസിസ് എന്ന് പറയുന്ന ഫാമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ളിൽ എൻട്രൻസ് ഏരിയയിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാ സാറാക്ക് പറ്റിയ ഒരുപാട്, ഇതൊക്കെ ഇക്കാടെ ഫ്രണ്ട്സും ഒക്കെയാണ്, ഫ്രണ്ട്സും ഫാമിലി എല്ലാവരുമാണ്. അപ്പോൾ ഇതാ കുട്ടികൾ എല്ലാവരുടെയും കുട്ടികൾ എന്തായാലും സാറായിക്ക് കളിക്കാനായിട്ട് സാറ ഭയങ്കര ഹാപ്പിയായി. സാറാക്ക് കുറേ കളിക്കൂട്ടുകാരെയൊക്കെ കിട്ടി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ പെട്ടെന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അലൈൻ ഒയാസിസിൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ആണുങ്ങളെല്ലാവരും സൈക്കിൾ എടുത്തിട്ട് സൈക്ലിംഗ് ആയിരുന്നു. ഇവിടെ ഒരു 2800 ഏക്കർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇൻഫോർമേഷൻസൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അതിൻ്റെ ഉള്ളിലെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഓരോ ട്രീസിൻ്റെ നമ്പർ ഉൾപ്പെടെ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. ഒരുപാട് അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതിൽ കയറിയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. ട്രാവൽ വിശേഷങ്ങളും ട്രാവൽ വ്ലോഗും ഒക്കെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. ഇത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7:30 8 കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൗദി കിച്ചണോ ഏതോ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള സൗദി മന്തി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഒരു അറബിക് മന്തി കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അലൈനിൽ ഉണ്ട് സൗദി സ്പെഷ്യൽ മന്തി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് അലൈനിലുണ്ട്. അപ്പോൾ നമ്മളിതാ കയറി. അപ്പോൾ മജ്ലിസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയൊരു മജ്ലിസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതൊരു സൗദി ഓറിയൻറ്റഡ് ഡ്രിങ്കാണ്, കിൻസായോ അങ്ങനെ എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് കിൻസ. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട അവനവന് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ഓരോരുത്തർ, അപ്പം സിട്രിക്, ഓറഞ്ച് ഫ്ലേവർ, ലെമൺ ഫ്ലേവർ, അതുപോലെ തന്നെ അങ്ങനെ പല ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് വേണ്ടവർ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മളിതാ ചിക്കൻ മന്തി, ചിക്കൻ മധുഫൂൺ, അതുപോലെ തന്നെ മട്ടൻ ഓറിയൻറ്റഡ് കുറച്ച് മന്തീസ്, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് മന്തിയാണ്. ഇതൊരു മന്തി, എന്താ പറയുക, ഒരു ഒത്തൻറ്റിക് അറബിക് മന്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അലൈനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ രണ്ട് ടൈപ്പാണോ, രണ്ട് ടൈപ്പ് ചിക്കൻ മന്തിയും 2 ടൈപ്പ് മട്ടൻ മന്തിയുമാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ ഉള്ളിൽ കുറേ ഫ്രൈഡ് ഓണിയനും അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള കിസ്മിസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. റൈസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസായിരുന്നു. ഇതെന്ന് പറയുന്നത് മട്ടൻ ഹലീസ ആണ്. അപ്പോൾ അതും ഞാൻ ഏറ്റവും ആദ്യം തന്നെ നമ്മളെല്ലാവരും കുറച്ച് മട്ടൻ ഹലീസയാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, ഇതൊരു എനിക്കൊന്ന് വീറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്.
വളരെ പോപ്പുലറായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ അത് കഴിക്കുകയാണ്. ഫ്രൈഡ് ഒണിയനൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് മട്ടൻ മന്തി അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ചിക്കൻ മന്തി കുറച്ച് കൂടുതൽ ഫ്രൈഡ് ഒണിയനും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സൽസ ടൊമാറ്റോ സൽസയും അതുപോലെ തന്നെ ബോയിൽഡ് പൊട്ടറ്റോയുടെ ഒരു വലിയ പീസും ചിക്കൻ മന്തിയുടെ ഒരു വലിയ പീസൊക്കെ എടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് കൂട്ടി കുഴച്ച് കഴിക്കുകയാണ്. ആ റൈസ് എന്ന് പറയുന്നത് റൈസ് വേവിച്ചെടുത്തിരുന്ന അടിപൊളിയാണ്. സൂപ്പറായിട്ടുള്ള ഫ്ലേവറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. മൈൽഡ് ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ടൊമാറ്റോ സൽസ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻജോയ് ചെയ്ത് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ചിക്കൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഒരു 2-3 ട്രിപ്പ് കുറച്ചായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട കുറച്ച് മന്തി എടുത്ത് കഴിച്ചു. അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ലഞ്ച് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഡിന്നറിന് കയറിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ടൊമാറ്റോ സൽസയും അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയനൊക്കെ എക്സ്ട്രാ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോരോ ഐറ്റംസ് കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുനാഫ ഓർഡർ ചെയ്തു. ഇതെന്ന് പറയുന്നത് ക്രീം കുനാഫയും ഇതെന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. പിസ്താച്ചിയോ കുനാഫ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 2 കുനാഫയിൽ ചെറിയ പീസ് ബൗളിലേക്ക് ഇട്ടിട്ട് കോരി കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻ്റ് ആയിരുന്നു. സൗദി ക്യുസീനോ അങ്ങനെ എന്തോ ഒരു സൗദി കിച്ചണോ എന്തോ ഒരു സംഭവമായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രമല്ല, ഇതൊരു പർച്ചേസ് വ്ലോഗ്. ഇതിൽ ഒരു പർച്ചേസ് ഡേ ആയിരുന്നു, അതുപോലെ തന്നെ ട്രാവൽ ഡേ ആയിരുന്നു, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡേ ആണ്. അതിൽ നിന്ന് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്ന ഒരു കൊച്ചു വീഡിയോ ആണിത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. ഒരു 2:33 ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമ്മൾ പുറത്തൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളിതാ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല തണുപ്പാണ്. ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ നമ്മളിതാ രാത്രി ഒരു കറക്ക് ടീ കുടിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചപ്പോൾ ഭയങ്കര സുഖമുണ്ടായിരുന്നു. കാരണം പുറത്ത് നമ്മൾ തണുത്ത് വിറയ്ക്കുകയായിരുന്നു. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഭയങ്കര സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറക്കം വരാതിരിക്കാനായിട്ട് ആണുങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറക്റ്റ് ടീ. അതിനുശേഷം അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോഴത്തേനും അവിടെ നിന്നും ഒരു അടിപൊളി ക്യാപ്പിച്ചീനോ കുടിച്ചു. അങ്ങനെ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് വെളുപ്പിനെ ഒരു 2:33 അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാറ്റർഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ട്രാവൽ വീഡിയോയും പർച്ചേസ് വീഡിയോയും എല്ലാം പയ്യെ ഞാൻ പുറകെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.